അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നത്. അവനോട് മാത്രമാണ് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാപം പൊറുക്കുന്ന ഗഫ്ഫാറാക്കി ചിത്രീകരിച്ചുകൊണ്ട് സുബ്ഹാന മൗലിദുൽ ശറഫുൽ അനാമിലും കാണാം, അന്ത ഗഫ്ഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാത്തി. നബിയെ, നിങ്ങളാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫ്ഫാർ, നാശകരങ്ങളായ കുറ്റങ്ങളെ പൊറുക്കുന്നവൻ നിങ്ങളാണ്. അന്ത സത്താറുൽ മസാവി, തെറ്റുകളെ മൂടിവെച്ച് മാപ്പാക്കുന്നത് നിങ്ങളാണ്. വമുഖീലുൽ അഥറാത്തി, അതുപോലെ തന്നെ അബദ്ധങ്ങൾ, തെറ്റുകൾ, വീഴ്ചകൾ അത് ഇല്ലാതാക്കുന്നത് നിങ്ങളാണ്. ഇത് റസൂലിനെ വിളിച്ചുകൊണ്ട് പറയല്ല, ഇത് അള്ളാഹുവിനോടുള്ളതാണ് എന്ന് ചില ചോട്ടാ മുസ്ലിയാക്കന്മാർ വാദിക്കാറുണ്ട്. എന്നാൽ സുബ്ഹാന മൗലിദിന്റെ നേരത്തെ മുകളിലുള്ള വരികൾ കണ്ടാൽ ആരോടാണെന്ന് സന്ദർഭത്തിൽ മനസ്സിലാവും. യാ ഹബീബി യാ മുഹമ്മദ് യാ അറൂസൽ ഖാഫഖൈനി, യാ ഹബീബി എന്റെ പ്രിയപ്പെട്ടവരെ, യാ മുഹമ്മദ് മുഹമ്മദ് നബിയെ, യാ അറൂസൽ ഖാഫഖൈനി. കണ്ടോ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും മണവാളനായവരെ എന്ന് വിളിച്ചിട്ട് അതിന്റെ തുടർന്നുള്ള വരികളാണ് അന്ത ഗഫ്ഫാറുൽ ഖതായ, നബിയെ നിങ്ങളാണ് ഗഫ്ഫാർ എന്ന്. അപ്പൊ അത് അള്ളാഹിനോടാണോ?